കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം അധ്യായം 6 ശ്ലോകം 42. നമ്മൾ ഓങ്കാരത്തുനിന്ന് എങ്ങനെയാണ് സർവപ്രപഞ്ചം ഉണ്ടായതെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതായത് ആദ്യം അവ്യക്തമായിട്ടുള്ള ആ ശബ്ദം, അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ആ ഉ മ എന്നുള്ള 3 വർണ്ണങ്ങൾ, അകാരവും ഉകാരവും മകാരവും. ഈ 3 വർണ്ണങ്ങൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? സത്വരജസ്തമോ ഗുണം, ഹൃക്കയജുസ സാമം, പിന്നെയോ 3 ത്രിലോകം, അതായത് ഭൂമി, ഊർധ്വലോകം, അധോലോകം, അങ്ങനെ 3 ലോകം, പിന്നെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ മൂന്നായിട്ട് പറഞ്ഞ ഈ എല്ലാറ്റിൻ്റെയും ആശ്രയമാണ് ഏത്? ഈ പ്രണവം. 3 വർണ്ണങ്ങളുള്ള പ്രണവം എന്ന് പറഞ്ഞു നമ്മൾ നിർത്തിയല്ലേ. ഇനി നമുക്ക് 43. തതോക്ഷരസമാംനായ മസൃജത് ഭഗവാൻ അജഃ അന്തസ്തോഷ്മസ്വരസ്പർശ ഹസ്വദീർഘാദിലക്ഷണം. തഥ അവയിൽ നിന്ന് ഭഗവാൻ അജ, അതായത് ഈ ബ്രഹ്മദേവൻ, അന്തസ്തോഷ്മസ്വരസ്പർശ ഹസ്വദീർഘാദിലക്ഷണം, അതായത് അന്തസ്ഥങ്ങൾ, അവസാനമായിട്ടുള്ളത്, ഊഷ്മാക്കൾ, സ്വരങ്ങൾ, സ്പർശങ്ങൾ, ഹസ്വങ്ങൾ, ദീർഘങ്ങൾ മുതലായ ലക്ഷണങ്ങളോടുകൂടിയ അക്ഷരസമാംനായം, അക്ഷരങ്ങളുടെ കൂട്ടത്തെ സൃഷ്ടിച്ചു. പിന്നെ ഈ ഓംകാരത്തു നിന്നാണ് ആര്? ബ്രഹ്മാവ് ഈ ആ ഉ ആ അല്ല ആ മ ഊ എന്നില്ലേ, ആ 3 വർണ്ണങ്ങളിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവ്. യാരാലാവ, അതാണ് അന്തസ്ഥം എന്ന് പറഞ്ഞാൽ, ഏറ്റവും അവസാനത്തെ അല്ലേ അന്തം, ഏറ്റവും എൻഡിലുള്ള യാരാലാവ എന്നുള്ളതും. പിന്നെ ഊഷ്മാക്കളെ പറഞ്ഞാൽ ഏതാ അറിയോ? ഷാ ഷാ സാ ഹ, അത് ഊഷ്മാക്കൾ. പിന്നെ ഈ സ്വരങ്ങൾ, പിന്നെ വ്യഞ്ജനങ്ങൾ, ക തൊട്ട് മ വരെയുള്ളത്, പിന്നെ ഹർസ്വ അതായത് മ മാ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് ക അതും അടങ്ങുന്ന ഹോൾ ഈ ആൽഫബറ്റിനെ സൃഷ്ടിച്ചതാണ്. ഈ 3 വർണ്ണങ്ങളിൽ നിന്നാണ് ബ്രഹ്മാവ് നമ്മളിന്ന് പറയുന്ന സ്വരങ്ങളും വ്യഞ്ജനങ്ങളും എന്ന് പറയുന്ന ആൽഫബറ്റ്, ആ നമ്മുടെ ഭാഷയിലത്തെയും സംസ്കൃതത്തിലത്തെയൊക്കെ ആൽഫബറ്റിൻ്റെ ശബ്ദം ആൽഫബറ്റ് സൃഷ്ടിച്ചത് ആരാണ്? ബ്രഹ്മാവ്. ഈ 3 ഓങ്കാരവർണ്ണങ്ങളിൽ നിന്നാണെന്ന്. അപ്പോൾ അന്തസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ യാരാലാവ, ഊഷ്മാക്കളെ പറഞ്ഞാൽ ഷാ ഷാ സാ ഹ, പിന്നെ നമുക്കറിയാലോ സ്വരങ്ങൾ ഈ എന്നുള്ളത്, പിന്നെ വ്യഞ്ജനങ്ങളിൽ തന്നെ ഹസ്വായതും പിന്നെ ചെറുത് ക കാ, അങ്ങനെ അതൊക്കെ എല്ലാം, അങ്ങനെയുള്ള അക്ഷര സമൂഹത്തിനെ ആര് സൃഷ്ടിച്ചു? ബ്രഹ്മാവ് സൃഷ്ടിച്ചു. തതോക്ഷര സമാംനായ മസൃജത് ഭഗവാൻ അജ അന്തസ്തോഷ്മസ്വരസ്പർശ ഹസ്വദീർഘാദി ലക്ഷണം. ഇനി തേനാസൗ ചതുരോ വേദാം ചതുർഭിർവദനീർവിഭുഃ സവ്യാഹൃതികാൻ സോകാംരാംശ്ചാതുർഹോത്ര വിവക്ഷയാ. തേന, ഈ അക്ഷരസമൂഹത്താൽ, അസൗ വിഭു, ഈ ദേവൻ, ചാതുർഹോത്ര വിവക്ഷയ, ചാതുർഹോത്രത്തെ പറയാനുള്ള ആഗ്രഹത്തോടു കൂടി, നിവ്യാഹൃതികാൻ, വ്യാഹൃതികളോട് കൂടിയവ അല്ല, സവ്യാഹൃതികാനാണ്, നിർവ്യാഹൃതികാനല്ല, വ്യാഹൃതികളോട് കൂടിയവയും, സോങ്കാരാൻ, ഓങ്കാരത്തോടു കൂടിയവയുമായ ചതുരഹ വേദാൻ, 4 വേദങ്ങളെ സൃഷ്ടിച്ചു. പിന്നെന്താണ് പറഞ്ഞ വെച്ചാൽ, ഈ അതായത് നല്ല ചതുര എന്ന് പറഞ്ഞു, നല്ല സ്കിൽഫുൾ അല്ലെങ്കിൽ സമർത്ഥനും പിന്നെ ചതുർവദനം അല്ലേ, 4 മുഖം ഉള്ള ആ ബ്രഹ്മാവ് ഹോതാവ് മുതൽ 4 ഹൃത്വിക്കുകളാൽ അനുഷ്ഠേയമായ, അതായത് ഹൃത്വിക്കുകളാൽ ചെയ്യുന്ന കർമ്മത്തെ
ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് പ്രചരിപ്പിക്കാനുള്ള, ലോക നന്മയ്ക്കായിട്ട് എല്ലാവർക്കും നൽകാനുള്ള ആഗ്രഹത്താൽ തൻ്റെ ഈ 4 മുഖങ്ങൾ കൊണ്ട് വ്യാഹൃതികളോടും ഓങ്കാരത്തോടും കൂടി 4 വേദങ്ങളെയും ഇപ്പം പറഞ്ഞ ആദ്യ അക്ഷരസമൂഹം ഉണ്ടായില്ലോ, ആ അക്ഷരസമൂഹം ഉപയോഗിച്ചിട്ട് വ്യാഹൃതികളോടും ഓങ്കാരത്തോടും കൂടിയിട്ടുള്ള 4 വേദങ്ങളെയും 4 മുഖങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. അതാണ് ഇതിൽ പറഞ്ഞത്. ആ അതായത് ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ആൽഫബറ്റ് സൃഷ്ടിച്ചു എന്ന്. ആ ആൽഫബറ്റിൽ നിന്ന്, ആ അക്ഷര അല്ലെങ്കിൽ അക്ഷര ഗ്രൂപ്പിൽ നിന്ന്, ആ അക്ഷരങ്ങളിൽ നിന്ന് ബ്രഹ്മാവ് അധ്വർയു തുടങ്ങിയ 4 ഹൃത്തിക്കളെ അനുഷ്ഠിക്കേണ്ട, അതായത് ഈ യാഗത്തിൻ്റെ 4 പുരോഹിതന്മാരാണ്. ഒന്ന് അധ്വർയു, പിന്നെ അങ്ങനെ 4 എണ്ണം ഉണ്ടല്ലോ. അതായത് 4 വേദങ്ങളെയും അക്ഷരസമൂഹങ്ങളെയും സൃഷ്ടിച്ചു. എന്താണെന്നറിയോ ഇതിൽ പറയണത് എന്താ വെച്ചാൽ, ചാതുർഹോത്രം എന്ന് പറഞ്ഞിട്ടൊരു കർമ്മമുണ്ട്. അതിനെ എല്ലാവർക്കും ആവാനായിട്ട് ഹോതാവ്, അധ്വർയു, പിന്നെ വേറെ 2 എണ്ണം കൂടി ഉണ്ട് പേരാട്ടോ. അവർ ഈ യാഗത്തിൻ്റെ പുരോഹിതന്മാർ 4 തരത്തിലാണ്. അപ്പോൾ ഹോതാവ്, അധ്വർയു മുതലായ 4 ഹൃത്വിക്കുകൾ, അതായത് പുരോഹിതന്മാർ അനുഷ്ഠിക്കപ്പെടേണ്ട ചാതുർഹോത്രം ഉള്ള പിന്നെ ചാതുർഹോത്രം എന്നുള്ള ആ ഒരു അനുഷ്ഠാനത്തിനെ ഉപദേശിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഭഗവാൻ ബ്രഹ്മദേവൻ വ്യാഹൃതികളോടും പ്രണവത്തോടും കൂടിയിട്ടുള്ള 4 വേദങ്ങൾ സൃഷ്ടിച്ചു. അതാണ് പറഞ്ഞത്. ചാതുർഹോത്രം എന്ന് പറയപ്പെടുന്ന കർമ്മങ്ങളെ ഉപദേശിക്കാനായിക്കൊണ്ട് ഈ യജ്ഞങ്ങൾ ചെയ്യണ പുരോഹിതന്മാർക്ക് ചാതുർഹോത്രം എന്ന കർമ്മം ഉപദേശിക്കാനായിട്ട് പ്രണവത്തോടും വ്യാഹൃതികളോടും കൂടി ഈ തൻ്റെ 4 മുഖങ്ങളിൽ നിന്നായിട്ട് 4 വേദങ്ങൾ ബ്രഹ്മാവ് തീർത്തു അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഓരോ മുഖത്തു നിന്നും ഓരോ വേദം, അങ്ങനെ 4 വേദം, അതായത് ഋക്ക, യജുസ്, സാമം, അഥർവം. അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി തേനാസൗ ചതുരോ വേദം ചതുർഭിർവദനേർ വിഭു സവ്യാഹൃതികാൻ സോകാരാം ചാതുർഹോത്ര വിവക്ഷയ. ഇനി വ്യാഹൃതികളോടും പ്രണവത്തോടും കൂടി 4 വേദങ്ങൾ സൃഷ്ടിച്ചു. പുത്രാൻ അധ്യാപയത്താം സ്തു ബ്രഹ്മർഷീൻ ബ്രഹ്മകോവിദാൻ തേതു ധർമ്മോപദേഷ്ടാര സ്വപുത്രേഭ്യ സമാദിശൻ താൻ തു അവയെ. എന്നിട്ട് അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മർഷികളും ബ്രഹ്മകോവിദാൻ, അതായത് ഈ വേദമൊക്കെ നല്ലോണം പഠിക്കാൻ സമർത്ഥരുമായ പുത്രന്മാരെ അധ്യാപയത് ബ്രഹ്മാവ് പഠിപ്പിച്ചു. ബ്രഹ്മാവിന് കുറേ മാനസപുത്രന്മാരൊക്കെ ഉണ്ടല്ലോ, 10 ആൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ. വലിയ വലിയ മഹർഷിമാർ, അങ്കിരസ, അത്രി, പുലഹൻ, പുലസ്ത്യൻ, നമ്മൾക്ക് അറിയാലോ. അവരൊക്കെ പഠിപ്പിച്ചു. ഈ വേദോച്ചാരണത്തിനൊക്കെ അവർക്ക് നല്ല സാമർഥ്യമുള്ളവരാണ്, അവർക്ക് പഠിപ്പിച്ചു. ധർമ്മോപദേഷ്ടാരഹ, ധർമ്മം ഉപദേശിക്കുന്ന തേതു അവരാകട്ടെ സ്വപുത്രേഭ്യ, സ്വന്തം പുത്രന്മാർക്കായിക്കൊണ്ട് സമാധിച്ചു. അപ്പോൾ അവരവരുടെ മക്കൾക്ക് ഉപദേശിച്ചു എന്ന്. അതാണ് അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ബ്രഹ്മാവ് ആദ്യം തൻ്റെ പുത്രന്മാരായിട്ടുള്ള മരീചി, അത്രി, അങ്കിരസ, പുലഹൻ, പുലസ്ത്യൻ, നാരദനടക്കം അവർക്കൊക്കെ ഈ വേദങ്ങൾ പഠിപ്പിച്ചു. അവർ മക്കളുള്ളവരാണെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് അവരൊക്കെ അവരുടെ മക്കൾക്ക് അതിനെ ഉപദേശിച്ചു. അങ്ങനെയാണ് വേദങ്ങൾ തലമുറയായിട്ട് വരണതേ. പുത്രാൻ അധ്യാപയത്താംസ്തു ബ്രഹ്മർഷീൻ ബ്രഹ്മകോവിദാൻ തേതു ധർമ്മോപദേഷ്ടാര സുപുത്രേഭ്യ സമാദിശൻ തേ പരമ്പരയാ പ്രാപ്തസ്തേത്തച്ഛിഷ്യൈർധൃതവ്രതൈഃ ചതുർയുഗേഷ്വഥവ്യസ്ത ദ്വാപരാദൗ മഹർഷിഭിഃ. ധൃതവ്രതൈഃ, നല്ല വ്രതമനുഷ്ഠിക്കുന്നവരായ, തത്തച്ഛിഷ്യൈ, അവരുടെയൊക്കെ ശിഷ്യന്മാരാൽ പരമ്പരയായിട്ട്
ചതുർയുഗേഷു 4 യുഗങ്ങളിൽ പ്രാപ്താഹ പ്രാപിക്കപ്പെട്ട് തേ അവ മഹർഷിമാരാൽ ദ്വാപരാദോ ദ്വാപരമാകുന്ന യുഗത്തിൽ വ്യസ്താഹ വിഭജിക്കപ്പെട്ടു. ദ്വാപരയുഗം വരെ വിഭജിക്കാതെ ഇരുന്നു വേദങ്ങൾ. അതാണ് പറയണത്. അങ്ങനെ ഈ സ്വന്തം പുത്രന്മാർക്ക് ആദ്യം ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരായിട്ട് മരീച്യാദി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തു. അവരുടെ പുത്രന്മാർക്കാന്നല്ലേ പറഞ്ഞത്. ഇനി നല്ല വ്രതനിഷ്ഠരായിട്ടുള്ള തങ്ങളുടെ ശിഷ്യന്മാരാൽ അവർക്കും പഠിപ്പിച്ചു കൊടുത്തു. അതായത് ഇവരുടെ പുത്രന്മാരെ തൻ്റെ നല്ല വ്രതനിഷ്ഠുള്ള ശിഷ്യന്മാർക്ക് അത് നൽകി. അങ്ങനെ നാശം കൂടാതെ പരമ്പരയായിട്ട് ഈ 4 യുഗങ്ങളിലും ഇത് കൈമാറപ്പെട്ടു. ഒരാളെ പഠിപ്പിക്കുക, അങ്ങനെ പരമ്പരയായിട്ട് 4 യുഗങ്ങളിലും പഠിപ്പിച്ചു. പിന്നെയോ അതിനുശേഷം ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ആണ് അത് വിഭജിച്ചത്, 4 ആക്കിയത്. അതായത് ദ്വാപരയുഗം തുടങ്ങിയപ്പോഴാണ് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലെന്നാണ് തോന്നുന്നത്. ദ്വാപരാദോ വെച്ചാൽ ദ്വാപരമാകുന്ന ആദിയോട് കൂടിയതെച്ചാൽ ദ്വാപരം തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ അവസാനമേ ചെയ്തിട്ടുള്ളതുകൊണ്ട് ദ്വാപരാവസാനത്തിൽ എന്നാണ് പറയണത്. അതായത് ദ്വാപരാദോ എന്ന് പറഞ്ഞാൽ ദ്വാപരം തുടങ്ങിയിട്ട് പിന്നെ അപ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല. ദ്വാപരം തുടങ്ങുന്ന ആ യുഗത്തിൽ അവസാനമായിരിക്കും. എന്തായാലും വ്യാസൻ അവതരിച്ചത് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലാണ്. ദ്വാപരയുഗം കഴിയാറാകുമ്പോഴാണോ ഈ വ്യാസനും പിന്നെ ഈ നമ്മളെ കൗരവന്മാരുടെ കുടുംബവും പാണ്ഡവന്മാരുടെ കുടുംബമൊക്കെ ഉണ്ടായതൊക്കെ അപ്പോഴല്ലേ. അപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലാണെന്നാണ് അതിനർത്ഥം വരേണ്ടത്. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ പരമ്പരയായിട്ട് പുത്രന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു. അങ്ങനെ പരമ്പരയായിട്ട് എല്ലാ യുഗങ്ങളിലും ഈ വേദങ്ങൾ നിലനിർത്തി പോന്നു. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ, അതായത് കലി ആവാറാകുമ്പോൾ ആണ് വേദം വിഭജിക്കപ്പെട്ടതെന്നാണ് എല്ലാവരും പറയണമെന്ന്. അതായത് ശന്തനു മഹാരാജാവിൻ്റെ കണ്ടംപററിയാണ് വേദവ്യാസ മുനിയെന്നും ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദ്വാപരാദൗ എന്ന് പറഞ്ഞാൽ ദ്വാപരം കലിയുടെ പ്രാരംഭത്തിൽ നിന്നാണ് വേദങ്ങൾ വിഭജിക്കപ്പെട്ടതെന്നാണെന്ന് പറയുന്നുണ്ട്. അതായത് അപ്പോഴാണ് എന്തായാലും വ്യാസൻ ജനിച്ചത്. അപ്പോൾ പിന്നെ നമുക്കതങ്ങനെ പറയാം. തേ പരമ്പരയാ പ്രാപ്താസ്തത്തച്ഛിഷീർധിതവ്രതൈഃ ചതുർയുഗേഷ്വഥ വ്യസ്താ ദ്വാപരാദൗ മഹർഷിഭിഃ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം 47. ക്ഷീണായുഷ ക്ഷീണസത്വാൻ ദുർമേധാൻ വീക്ഷ്യ കാലതഃ വേദാൻ ബ്രഹ്മർഷയോ വ്യസ്യൻ ഹൃദിസ്ഥാച്യുതചോദിതാഃ. കാലത്താൽ ക്ഷീണായുഷ ക്ഷീണിച്ചിരിക്കുന്ന ആയസോടും, അതായത് കൃതയുഗത്തിൻ്റെ അത്ര ആയസില്ല ത്രേതായുഗത്തിലെ അത്ര ആയസില്ല, ദ്വാപരത്തിലത്തെ അത്ര ഇല്ല, കലിയുഗത്തിൽ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞുല്ലോ. അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന ആയസോടും ക്ഷീണസത്വാൻ, അതായത് പിന്നെ മനസ്സിൻ്റെ ശക്തിയും കുറവാണ്. ദുർമേധാൻ നമ്മുടെ ബുദ്ധിശക്തിയും കുറവാണ്. ജനങ്ങളെ വീക്ഷ്യ, അതായത് ഈ യുഗം കഴിയുന്തോറും ധൈര്യവും ബുദ്ധിശക്തിയും ആയുസ്സും ഒക്കെ കുറയണേ. അപ്പം അത് കണ്ടിട്ടാണ് കണ്ടിട്ട് ഹൃദിസ്ഥാച്യുത ചോദിതാഹ, ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടതായിട്ട് ബ്രഹ്മർഷികൾ വേദങ്ങളെയും വ്യസ്യൻ വിഭജിച്ചു. അതായത് ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള സമയം കുറവ്, ആയസ് കുറവുണ്ട്. ബുദ്ധിശക്തി അതെ കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ടേ പിന്നെയോ ധൈര്യവും അല്ലെങ്കിൽ ആ ഒരു വാശിയും ഒക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ വേദങ്ങൾ ഒന്നിച്ചങ്ങോട്ട് ഇത്രനവധി ഇങ്ങോട്ട് കാണുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റില്ല, വിചാരിച്ച എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തത്. അങ്ങനെ ഭഗവാനാൽ പ്രേരിതനായിട്ട് തന്നെ ആവും വേദവ്യാസമുനിയെ. നമ്മളെന്ത് ചെയ്യണമെന്നും ഭഗവാനാൽ പ്രേരിതരായിട്ടാണല്ലോ. അപ്പോൾ അത് ഭഗവാൻ അറിഞ്ഞിട്ട് എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമാവണമെന്ന് വിചാരിച്ചിട്ട് ആ
ഒന്നിച്ചുള്ള വേദത്തിനെ ഭഗവാനാൽ പ്രേരിതരായിട്ട് തന്നെയാണ് ബ്രഹ്മർഷികൾ 4 വിഭജിച്ചത്. അതായത് കാലത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ജനങ്ങളുടെ ആയുസ്സും ധൈര്യവും ബുദ്ധിയും ഒക്കെ കുറഞ്ഞു വരികയാണ്. അത് കണ്ടിട്ട് മഹർഷിമാർ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് അവർ 4 വേദങ്ങളെ വേറെ വേറെ അതായത് വേദങ്ങളെ 4 ഭാഗിച്ചു. ക്ഷീണായുഷ ക്ഷീണസത്വാൻ ദുർമേധാൻ വീക്ഷകാലത വേദാൻ ബ്രഹ്മർഷയോ വ്യസ്യൻ ഹൃദിസ്ഥാച്യുത ചോദിതാഹ. അച്യുതനാൽ പ്രേരിക്കപ്പെട്ടിട്ടർത്ഥം. ഇനി 48-49 ചെയ്യാം. അസ്മിന്നപ്യന്തരേ ബ്രഹ്മൻ ഭഗവാൻ ലോകഭാവന ബ്രഹ്മേശാദ്യേ ലോകപാലീർ യാജിതോ ധർമ്മഗുപ്തയേ. 49 പരാപ്സരാത് സത്യവത്യാംശാംശകലയാ വിഭു അവതീർണോ മഹാഭാഗ വേദം ചക്രേ ചതുർവിധം. ഏത് മഹർഷിയാണ് വേദം വിഭജിച്ച? വേദവ്യാസൻ. അതായത് കൃഷ്ണദ്വൈപായനൻ എന്നാണ് കേട്ടോ പേര്. വേദം വിഭജിച്ചത് കൊണ്ടാണ് വേദവ്യാസൻ എന്ന് പേര് വന്നത്. ശരിക്കും കൃഷ്ണദ്വൈപായൻ എന്നാണ് നമ്മുടെ വ്യാസൻ്റെ പേര്. ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ, അതായത് ശൗനക, അസ്മിൻ അന്തരേ അഭി, ഈ മന്വന്തരത്തിലും ബ്രഹ്മേശാദ്യേ ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ലോകപാലൈഹി ലോകപാലന്മാരാൽ ധർമ്മഗുപ്തയെ ധർമ്മം രക്ഷിക്കാനായിക്കൊണ്ട് യാചിക്കപ്പെട്ട ലോകഭാവന ഭഗവാൻ, ലോകത്തെ നന്മ വരുത്തുന്ന ഭഗവാൻ, അംശാംശകലയ അംശത്തിൻ്റെ അംശകലയോടുകൂടി, അതായത് ഭഗവാന്റെ അംശാവതാരമാണ്. പരാശരനിൽ നിന്ന് സത്യവത്യാം സത്യവതിയിൽ, സത്യവതിയാണല്ലോ വേദവ്യാസൻ്റെ അമ്മ, പരാശര മഹർഷി അച്ഛനും, അവതരിച്ചവനായിട്ട് മഹാഭാഗാഹേ ശൗനക മഹർഷിയോട് പറയണ വേദത്തെ ചതുർവിധം ചക്രേ 4 വിധമാക്കി. അതായത് എന്താ പറഞ്ഞ വെച്ചാൽ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും മകനായിട്ടുള്ള വേദവ്യാസ മഹർഷിയാണ് അവസാനം ഈ വേദത്തിനെ 4 വിഭജിച്ചത്. അതിനെന്താ കാരണം വെച്ചാൽ ബ്രഹ്മാവും ശിവനും തൊട്ടുള്ള ദേവന്മാരൊക്കെ ധർമ്മത്തിനെ രക്ഷിക്കാനായിക്കൊണ്ടിട്ട് ഭഗവാനോട് പറഞ്ഞു, അയ്യോ ഇത് ആൾക്കാരുടെ ആയുസ് കുറയണു, അവർക്കിതൊന്നും പഠിക്കാൻ പറ്റില്ല, അപ്പോൾ ധർമ്മം രക്ഷിക്കണമെങ്കിൽ വേദം പഠിക്കണം എല്ലാവരും കുറച്ചെങ്കിലും. അപ്പോൾ ആ വേദം കുറച്ചും കൂടി എളുപ്പമാക്കി തീർക്കേണ്ടതാണെന്ന് ബ്രഹ്മാവും ശിവനും ഒക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ എൻ്റെ അംശാവതാരമായിട്ട് പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിട്ട് കൃഷ്ണദ്വൈപായനൻ എന്നാളെ ജനിക്കും. അദ്ദേഹമാണ് വേദത്തെ വിഭജിച്ചതെന്ന് പറയുകയാണ്. ഒക്കെ ഭഗവാന്റെ പ്രേരണയാണല്ലോ. ഇവർക്ക് ബ്രഹ്മാവും ശിവനും പറഞ്ഞു എന്നേ ഉള്ളൂ. ഭഗവാൻ അല്ലെങ്കിലും ചെയ്തിട്ടുണ്ടാവും, വേദവ്യാസ മഹർഷിയെ കൊണ്ട് വിഭജിച്ചിട്ടുണ്ടാവും. എന്തായാലും ബ്രഹ്മാവ് അവർക്കൊക്കെ സംശയമായി, എന്താ ചെയ്യുക, അങ്ങനെ ആയുസ്സും കുറഞ്ഞു, ബുദ്ധിയും കുറഞ്ഞു, ധൈര്യവും കുറഞ്ഞു വെച്ചാൽ. അതുകൊണ്ടാണ് ഭഗവാൻ അപ്പോൾ സത്വഗുണത്തെ എടുത്തിട്ട് പരാശരമുനിയിൽ നിന്ന് സത്യവതിയുടെ മകനായിട്ട് വ്യാസമുനിയായിട്ട് അവതരിച്ചിട്ട് വേദത്തെ 4 വിഭജിച്ചു. അപ്പോൾ നമുക്ക് 48-ഉം 49-ഉം വായിക്കാം കേട്ടോ. അസ്മിന്നപ്യന്തരേ ബ്രഹ്മൻ ഭഗവാൻ ലോകഭാവന ബ്രഹ്മേശാദ്യേ ലോകപാലേർ യാജിതോ ധർമ്മഗുപ്തയെ. ധർമ്മത്തിന് രക്ഷിക്കാൻ. യാജിത ധർമ്മഗുപ്തയെ, ധർമ്മം രക്ഷിക്കാൻ. പരാശരാ സത്യവത്യാംശാംശകലയാ വിഭു അവതീർണോ മഹാഭാഗ വേദം ചക്രേ ചതുർവിധം. ഈ പരാശരമുനിയുടെയും സത്യവതിയുടെയും പുത്രനായി ജനിച്ച കൃഷ്ണദ്വൈപായനൻ എന്ന പേരോടുകൂടിയ വേദവ്യാസ മഹർഷിയാണ് ഇത് വിഭജിച്ചത്. ഹൃഗ് അഥർവ യജു സാംനാം. ഹൃഗ് അഥർവ വയ യജു സാംനാം രാശീനുദ്ധൃത്യ വർഗശ ചതസ്ര സംഹിതാശ്ചക്രേ മന്ത്രൈർമണിഗണ ഇവ. അതായത് ഹൃക്ക് അഥർവം യജുർവേദം, ഋഗ്വേദം, അഥർവവേദം, യജുർവേദം, സാമവേദം ഇവയുടെ രാശീൻ സമൂഹങ്ങളെ കൂട്ടത്തെ വർഗശ ഉദ്ധൃത്യ വർഗമായിട്ട്, അതായത് ഓരോ പാർട്ടായിട്ട് ഉദ്ധരിച്ചിട്ട് മന്ത്രങ്ങൾ കൊണ്ട് മണിഗണ ഇവ, അതായത്
ഈ ഒരു മണി കോർത്തിട്ടൊരു മാല പോലെ മന്ത്രങ്ങൾ കൊണ്ട് ചതസ്രഹ സംഹിത 4 സംഹിതകളെ ആക്കി ചെയ്തു, അതായത് വിഭജിച്ചു. എന്താണ് പറഞ്ഞത്? ഈ 4 വിധമാക്കിയിട്ട് വേദത്തിനെ അതിൻ്റെ കണ്ടൻസ് അനുസരിച്ചിട്ട് ഋക്ക്, അഥർവം, യജുസ, സാമം എന്നീ 4 വേദങ്ങളിൽ നിന്ന് അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് മന്ത്രങ്ങളെ വേർതിരിച്ച് 4 വിഭാഗമാക്കി. എന്നിട്ട് അത് ഏതുപോലെ എന്നിട്ട് അതിനെ പിന്നെ എല്ലാ മന്ത്രങ്ങളെയും ഒരേ തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഒന്നിച്ച്, വേറെ ഒരേ തരത്തിലുള്ള മന്ത്രങ്ങൾ ഒരുമിച്ച്, വേറെ അങ്ങനെ 4 തരത്തിലുള്ള മന്ത്രങ്ങളെ വേർതിരിച്ച് അതിനെ ഒന്നിച്ചാക്കി. ഏതുപോലെ ഒരു മണിമാല ഉണ്ടാക്കണ പോലെ, മുത്തുകളെ കോർത്ത് ഒരു മാല ഉണ്ടാക്കണ പോലെ മന്ത്രങ്ങളെ കോർത്ത് ഓരോ വേദങ്ങളും ഉണ്ടാക്കി. മന്ത്രങ്ങളെ കോർത്ത് ഒരു വേദമാല ഉണ്ടാക്കി എന്ന് പറയുകയാണ്. സാധാരണ മുത്തുമാല പോലെ. ഹൃഗ് അഥർവ യജുസാംനാം രാശീനുദ്ധൃത്യ വർഗശ ചതസ്ര സംഹിതാശ്ചക്രേ മന്ത്രൈർമണിഗണ ഇവ. മന്ത്രം കൊണ്ട് മാല, വേദമാല ഉണ്ടാക്കി. 4 വേദമാല. താസാം സ ചതുരശിഷ്യാൻ ഉപാഹൂയ മഹാമതിഃ ഏകൈകാം സംഹിതാം ബ്രഹ്മൻ ഏകൈകസ്മൈ ദദൗ വിഭു. മഹാബുദ്ധിമാനായ വിഭു മീൻസ് ഇപ്പോൾ ഇവിടെ വ്യാസൻ ഇത് വേദം വിഭജിച്ച ആളെ ചതുരഹ ശിഷ്യൻ 4 ശിഷ്യന്മാരെ ഉപാഹൂയ അവരെ പിന്നെ എന്താ പറയുക അതിലേക്ക് വരിച്ചിട്ട് ഏകൈകസ്മൈ ഓരോരുത്തർക്കായിക്കൊണ്ട് താസാം ആ സംഖ്യകളുടെ മധ്യത്തിൽ ഏകൈകാം ഓരോന്നിനെ ദദൗദാനം ചെയ്തു. അതായത് അപ്പം ഭഗവാൻ വ്യാസമുനി ഈ 4 ശിഷ്യന്മാരെ അരികിലേക്ക് വിളിച്ചിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് ആ വിഭാഗങ്ങളിലെ ഓരോ വിഭാഗത്തിനെ ഓരോരുത്തരെ പഠിപ്പിച്ചു. ഒരാളെ ഋഗ്വേദം പഠിപ്പിച്ചു, ഒരാളെ അഥർവവേദം, ഒരാളെ യജുസ്, ഒരാളെ സാമം. താസാം തു ചതുരശിഷ്യാൻ ഉപാഹൂയ മഹാമതി ഏകൈകാം സംഹിതാം ബ്രഹ്മൻ ഏകൈകസ്മൈ ദദൗ വിഭു. പൈലായ ഞാൻ ആരെ എന്ത് പഠിപ്പിച്ചു എന്ന്. പൈലായ സംഹിതാമാദ്യം ബൃഹുജാഖ്യമുവാച വൈശമ്പായന സംജ്ഞായ നിഗതാഖ്യം യജുർഗുണം. ബൃഹുജം എന്ന പേരോടുകൂടിയ ആദ്യ സംഹിതയെ പൈലനായിക്കൊണ്ടും നിഗതം എന്ന പേരോടുകൂടിയ യജുർഗണം യജുസമൂഹത്തെ വൈശമ്പായന എന്ന പേരോട് കൂടിയവനും ഉവാച ഉപദേശിച്ചു. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് ഉപദേശിച്ചു. ഇപ്പോൾ പൈലന് ഋഗ്വേദം, അതെ ഓരോരുത്തരും ഓരോന്ന് പഠിപ്പിച്ചു അല്ലേ. അതായത് ഹൃക്കുകളുടെ ഒരു സമാഹാരം ആയതുകൊണ്ട് ബഹ്വജ എന്നു പേരായ ആദ്യത്തെ സംഹിതയായ ഋഗ്വേദത്തെ പൈലൻ എന്ന ശിഷ്യനെ പഠിപ്പിച്ചു. കുറേ ഹൃക്കുകളുണ്ട്. ഹൃക്കുകളുള്ളത് കൊണ്ടാണ് ഋഗ്വേദം. അതിന് വേറൊരു പേരാണ് കേട്ടോ, ബൃഹൃജ എന്ന് പേര്. അപ്പോൾ എന്തായാലും ഹൃക്കുകളുടെ ഒരു സമാഹാരമാണ് ഒന്ന്, അത് ഋഗ്വേദം. അത് പൈലനെ പഠിപ്പിച്ചു, പൈലൻ എന്ന് പറഞ്ഞ ശിഷ്യനെ. പിന്നെയോ ഒന്നിച്ച് ചേർത്ത് ഉച്ചരിക്കേണ്ടതായതുകൊണ്ട് നിഗതം എന്ന പേരുള്ള യജുസ്സുകളുടെ ഒരു സമാഹാരത്തിനെ വൈശമ്പായനൻ എന്ന ശിഷ്യനെ പഠിപ്പിച്ചു. പിന്നെ ഇനി മറ്റത് 2 കൂടിയും പറയട്ടോ. പൈലായ സംഹിതാമാദ്യം ബൃഹുജാഖ്യമുവാച വൈശമ്പായന സംജ്ഞായ നിഗതാഖ്യം യജുർഗണം. വൈശമ്പായന യജുർവേദം. സാംനാം ജൈമിനയെ പ്രാഹ തഥാ ഛന്ദോഗസംഹിതാം അഥർവാംഗിരസീം നാമ സ്വശിഷ്യായ സുമന്തവേ. ഇനി എന്താ പറഞ്ഞാൽ സാമങ്ങളുടെ
ഛന്ദോക സംഹിത, ഛന്ദോകം എന്ന പേരായ സംഹിതയെ, അതായത് സാമങ്ങളുടെ സമാഹാരത്തെ, വേറൊരു പേര് ഛന്ദോകം എന്നാണ്, അതിനെ ജൈമിനിക്ക് പഠിപ്പിച്ചു. ജൈമിനി പറഞ്ഞൊരു ശിഷ്യന്, ഒക്കെ വ്യാസൻ ശിഷ്യന്. അഥർവാംഗിരസിയും നാമ, അഥർവാംഗിരസി എന്നു പേരായ സംഹിതയെ, അതായത് അഥർവാംഗിരസിയുടെ ഒരു സമാഹാരത്തിന്, അങ്ങനത്തെ സംഹിതയെ, അഥർവവേദത്തിന് സുമന്തൻ എന്ന ശിഷ്യന് പഠിപ്പിച്ചു. അപ്പോൾ 4 വേദവും 4 ആൾക്ക് പഠിപ്പിച്ചു. ഋഗ്വേദം പൈലന്, യജുർവേദം വൈശമ്പായന്, സാമവേദം ജൈമിനിക്ക്, അഥർവവേദം സുമന്തുവിന്. അതും കഴിഞ്ഞില്ലേ ഇപ്പോൾ. അതായത് വിഭജിച്ചു, അത് 4 ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവരപ്പോൾ ശിഷ്യപ്രശിഷ്യന്മാർക്കായിട്ട് അങ്ങനെ പോവത്. ഇനി അപ്പോൾ അവിടെ നമുക്ക് നിർത്താം ഇപ്പോൾ, കാരണം സമയമായി. സാംനാം ജൈമിനയെ പ്രാഹ തഥാ ഛന്ദോക സംഹിതം അഥർവാംഗിരസിം നാമ സ്വശിഷ്യായ സുമന്തവേ. അപ്പോൾ നമുക്കിപ്പോൾ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.